ഇതിന്റെ ഭാഗമായി നിന്നതും പിന്നെ ബോഡി പൊളിറ്റിക്സ് പറയുന്നു എന്നുള്ളതാണ്. തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ പോകണം. രസമല്ലേ? ഗംഭീര ആഘോഷമാണ്. ഈ നാട് മുഴുവൻ ആഘോഷിക്കുന്ന ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് 55th IFFI വിശേഷങ്ങൾ. ഹായ്, വെൽക്കം ടു 55th IFFI ഗോവ. അപ്പം നമുക്ക് ഗോവയിലെ വിശേഷങ്ങൾ കാണാം അല്ലേ? ഇവിടുത്തെ ഫിലിം ഫെസ്റ്റിവലും ഇവിടുത്തെ ആഘോഷവും നമ്മുടെ കേരളത്തിൽ നിന്ന് എത്ര വ്യത്യസ്തമായിരിക്കുന്നു നമുക്ക് കാണണ്ടേ? കാണാം. പ്രാവശ്യം ഭയങ്കര അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ്. പേഴ്സണലി ചിലപ്പോൾ കാണുമായിരിക്കും, പക്ഷെ ഒരാളോട് പറയും ഇന്നാളുടെ അത് ഞാൻ വാച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ ഇന്നാളെ എൻ്റെ സുഹൃത്താന്നൊക്കെ പറയാനുള്ള ഒരു മടിയുണ്ടല്ലോ. അതായത് മെയിനായിട്ട് ഇഷ്യൂ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ഇതിൻ്റെ ഭാഗമായി നിന്നതും പിന്നെ ബോഡി പൊളിറ്റിക്സ് പറയുന്നു എന്നുള്ളതാണ്. അപ്പം ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ എല്ലാവരും മതി പൊയ്മുഖമുണ്ട്. അപ്പോൾ നമ്മുടെ ഗോവൻ ഫിലിം ഫെസ്റ്റിവലിൽ വന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എനിക്ക് ഒരു ദിവസം 3 പടം വെച്ചൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം പക്ഷേ 2 പടം വെച്ചൊക്കെ കാണാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ പ്രാവശ്യം ഇങ്ങനെ ഭയങ്കര ഡിസ്റ്റൻസ് ഒക്കെയാണ് ഓരോ എന്താ പറയുക മൂവിയും എന്താ പറയുക ഷോ ചെയ്യുന്ന സ്ഥലങ്ങളെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഡിഫിക്കൽറ്റി ആണ് ഈ പ്രാവശ്യം. പക്ഷെ എങ്കിലും ബാക്കിയൊക്കെ അടിപൊളിയാണ്. പിന്നെ ഈ ചില പടങ്ങളൊക്കെ ചില ഭാഗത്തേക്ക് കോർണർ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഒരു എന്താ പറയുക ഒരു തോന്നലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അത് ഈ പറഞ്ഞ പോലെ സ്റ്റോറി ബേസ് ചെയ്തിട്ടും പൊളിറ്റിക്സ് ബേസ് ചെയ്തിട്ടും ഒക്കെ ആയിരിക്കണം എന്ന് തോന്നുന്നു. എൻ്റെ പേഴ്സണൽ തിങ്കിങ് മാത്രമാണ്. ചിലപ്പോൾ ശരിയായിരിക്കും, ചിലപ്പോൾ തെറ്റായിരിക്കാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഇതിൻ്റെ അതൊക്കെ നിങ്ങൾക്ക് പറയാനുള്ള അവസരങ്ങളുണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ വന്നതിൽ ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ കണ്ടിട്ടുള്ളത് അതായത് സിനിമാ മോഹികളായിട്ടുള്ള മലയാളീസാണ് ഇവിടെയും കൂടുതൽ. അപ്പോൾ ഓരോ വർഷം അത് കൂടി വരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അടുത്ത കൊല്ലത്തേക്ക് നിങ്ങൾ ഇതിലും കൂടുതൽ സിനിമകൾ കാണാനും ആഘോഷകരമായി നിൽക്കാനും ഒക്കെ ആയിട്ട് ഇവിടേക്ക് എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ സ്റ്റാളുകളുണ്ട്. പ്രത്യേകിച്ച് ഇവിടുത്തെ ഹാൻഡ്ലൂംസിൻ്റെയും ഇവിടുത്തെ എന്താ പറയുക ആർട്ടിൻ്റെയും പിന്നെ ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം ഇവിടെ ഇപ്പോൾ ഈ ഒരു നെയ്ത്ത് അതിൻ്റെയൊക്കെ ഓരോ സ്റ്റോളുകൾ ഇവിടെ ഉണ്ട്. ഇവിടെ അകത്തുള്ളതിനപ്പുറം പുറത്തും ഒത്തിരി സ്റ്റോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ഇവിടെയുള്ള കലയെ എന്താ പറയുക പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ അവർക്കും കൂടെ അവസരം കൊടുത്തിട്ടുള്ള സ്റ്റോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗോവ എന്ന് കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ എന്താ പറയുക സാധാരണ ഓർമ്മ വരുന്നതിലപ്പുറം ഇവിടെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഇവിടുന്ന് വരുന്നവർക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും അല്ലേ? തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ പോകണം. രസമല്ലേ?
ഗംഭീര ആഘോഷമാണ്. ഈ നാട് മുഴുവൻ ആഘോഷിക്കുന്ന ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പല പല സ്ഥലത്തായിട്ട് ആളുകൾക്ക് എന്താ പറയുക കാണാനും കേൾക്കാനും ഒക്കെ ആയിട്ടുള്ള എന്താ പറയുക ഒത്തിരി എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസുകളൊക്കെ ഉണ്ട്. അത് മാത്രമല്ല ഒരു ഏരിയ മൊത്തം, ഒരു സ്ട്രീറ്റ് മൊത്തം നിറയെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഫിലിം ഫെസ്റ്റിവലിന് വന്നവർ മാത്രമല്ല നാട്ടുകാരും ഇതിൻ്റെ ഭാഗമായിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ആഘോഷമായിട്ട് ഇവിടെ എന്താ പറയുക ഉണ്ട്. രാത്രി പ്രത്യേകിച്ച് നല്ലൊരു ആൾക്കൂട്ടം തന്നെ ഉണ്ട്. എന്തായാലും മൊത്തത്തിൽ കളർഫുള്ളായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് നമ്മളൊക്കെ. അപ്പോൾ രാത്രിയിൽ അതിൻ്റെ ഒരു മനോഹരമായ ഒരു ദൃശ്യം കൂടെയൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഇതിലേക്ക് കൂടെ ഈ കാഴ്ചകളൊക്കെ കണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ലേറ്റ് ഹൈലൈറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ കുന്തിരിക്കം. അപ്പോൾ ഈ കുന്തിരിക്കം ഈ ചന്ദനത്തിരി പരുവത്തിലാക്കാൻ വേണ്ടി ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് ചാണകവും ഗോമൂത്രവും ഇതുമാണ്. ഈ മൂന്നും മിക്സ് ചെയ്തിട്ട് ഓർഗാനിക് ആയിട്ടാണ് ഈ ഐറ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും ഇതിടേണ്ട ആവശ്യമില്ല, നേരെ ചന്ദനത്തിരി മാത്രം കത്തിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ. എന്തായാലും സ്മെല്ല് കൊള്ളാം, അടിപൊളിയാണ്. ഈ ഒരു പാക്കറ്റിന് 90 രൂപയാണ്. നൈസ്. 150 ഗ്രാം 53 എണ്ണം ഉണ്ടെന്ന് പറയുന്നത്. ഏകദേശം ഒരു 45 മിനിറ്റ് ഒക്കെ ഇത് കത്തും എന്നാണ് പറയുന്നത്. കൊതുകിനെയൊക്കെ തുരത്താൻ വേണ്ടി ബെസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അല്ലേ? ആക്ച്വലി ഇവിടെ ഇങ്ങനെ കുറേ ടൈപ്പ് ഓഫ് സാൻഡിൽസ് ഉണ്ട്. അതിൽ ഒരുവിധപ്പെട്ട സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ നോക്കി. വുഡ് ഉണ്ട്, സാൻഡിൽ ഉണ്ട്, ബ്ലാക്ക് സ്റ്റോൺ, ലാവൻഡർ, ദിവാലി മസ്ക്. അപ്പോൾ ഇതിനൊക്കെ ഡിഫറെൻറ്റ് ഇത് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ശരിക്കും ആ സ്മെല്ല് നല്ല ഡിഫറൻസ് നല്ലതായിട്ട് മനസ്സിലാവും. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടതിൽ ഈ പറഞ്ഞ പോലെ ഞാൻ ഇത് ഒരെണ്ണം എടുക്കുന്നുണ്ട്. വേറെ ഒരു ഐറ്റം ഉണ്ട്, പക്ഷേ അതിൻ്റെ സെയിൽ ബോക്സ് ഇല്ല. ഇതിപ്പോൾ ഡ്രീം എന്നുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ്. അപ്പോൾ ഓക്കെ, അതേപോലെ മസ്ക് മെലൺ അങ്ങനത്തെ കുറച്ച് ഐറ്റം ഉണ്ട്. ഓക്കെ, तो मैं अब इतना लूँगी, ठीक है? कितना हुआ? ആക്ച്വലി നമ്മളിങ്ങനെ എന്താ പറയുക, ഞാൻ ആക്ച്വലി ഇത് കണ്ടപ്പോഴത്തേക്ക് ഇങ്ങോട്ട് കയറിയതാണ്. അതായത് എന്താ പറയുക, കൈത്തറി ഐറ്റംസ് കണ്ടപ്പോഴത്തേക്കും അതിലും വെറൈറ്റി ഓരോരോ സാധനങ്ങൾ കണ്ടപ്പോഴത്തേക്കും കയറിയതാണ്. അപ്പോൾ ഇവിടെ ഒന്ന് സംസാരിച്ചപ്പോൾ മനസ്സിലായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗോവയുടെ തനതായ ഐറ്റമാണ്. അപ്പോൾ ശരിക്കും ഗോവയിൽ നമ്മൾ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ആളുകളുടെ മനസ്സിലുള്ള ഒരു ഇതുണ്ടല്ലോ, ഗോവയിൽ നിന്ന് എന്ത് കൊണ്ടുവരും എന്ന് ചോദിക്കുമ്പോഴൊരു സാധനം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഗോവയിൽ നിന്ന് എന്ത് വാങ്ങിച്ചെന്നുള്ളത്. അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഗോവയുടെ കൈത്തറി തനതായ ഐറ്റം ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കാണുന്നതിനോടൊപ്പം വരുമ്പോൾ വാങ്ങി നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ സമ്മാനമായി കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ. നല്ല നല്ല പൗച്ചുകൾ, പിന്നെ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് അതൊക്കെ കണ്ടില്ലേ. പിന്നെ ഇങ്ങനത്തെ ഓർണമെന്റ്സ് ഒക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ കൈത്തറിയിൽ തന്നെ ഉണ്ടാക്കിയ ഓർണമെന്റ്സ്, പലതരം ഡ്രസ്സ്, സാരി. അപ്പൊ ആദ്യമൊക്കെ ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോത്ത് മാത്രം, സാരി അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അത് വെച്ചിട്ടുള്ള തൊപ്പിയും സ്റ്റോളും പിന്നെ ബ്ലൗസ്, പല പല ഐറ്റംസ് അങ്ങനെ ഡിഫറെന്റ്. കുറച്ചും കൂടെ വെറൈറ്റിയുടെ ഇതിപ്പോ ക്ലോത്തിന് ഓർണമെന്റ്സ് ഉണ്ടല്ലോ, അതേപോലെ തന്നെ അതെ ഓരോ ഡിഫറെന്റ് ഐറ്റമാണിത്. അത് നോക്കി, ഇതിൻ്റെ അകത്ത് ആ ക്ലോത്ത് വെച്ചിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കുഞ്ഞു ഗിഫ്റ്റുകളൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ സമ്മാനിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഗോവയിലത്തെ തനത് സാധനങ്ങൾ ഇങ്ങനെ കുറച്ച് ഐറ്റംസും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ IFFIയുടെ ഭാഗമായിട്ട് ഗോവൻ ഗവൺമെൻറ് തന്നെ ഇങ്ങനെയുള്ള ഐറ്റംസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇവർക്ക് ഇങ്ങനെ ഒരു സ്റ്റാള് ചെയ്യാൻ വേണ്ടിയുള്ള അനുവാദം കൊടുത്തിട്ട് അപ്പോൾ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനോടൊപ്പം ഇവിടെ വരുന്ന നമ്മളും എന്ത് ചെയ്യണം, ഇവർ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യേണ്ടതുണ്ട് അല്ലേ, ആ നാടിൻ്റെ തനതായ ഐറ്റം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവർക്ക് ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസിന് ഉണ്ടാക്കാനും ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ നമ്മുടെ കേരളത്തിൽ നിന്നും വന്ന് പലരും എടുത്തു കൊടുക്കുന്നുണ്ടെന്നൊക്കെയാണ് ഇവരെന്നോട് പറഞ്ഞത്. എന്തായാലും നമ്മൾ ഏത് നാട്ടിൽ ചെല്ലുമ്പോഴും ആ നാടിൻ്റെതായ ട്രഡീഷണൽ സാധനങ്ങളെ കുറിച്ച് അറിയുന്നതും അതിൻ്റെ ഒരു കളക്ഷൻ കയ്യിൽ വെക്കുന്നതും നല്ലതല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് 55th IFFI വിശേഷങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള അടിപൊളി വിശേഷങ്ങളൊക്കെ അറിയാനും പുതിയ പുതിയ എന്താ പറയുക സ്ഥലങ്ങളും യാത്രകളും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം, ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിടണം. അപ്പോൾ വീണ്ടും കാണാം. ബൈ, അടുത്ത വീഡിയോയിൽ.